നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ ബാധ്യത ഒഴിഞ്ഞല്ലോ, അത്രയും ആശ്വാസം. സുനിത ഫ്രീ ആവുമ്പോ എന്നെ വന്നൊന്ന് കാണണം, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി മാഡം. വരുമാനെ, നീ അടുത്ത ദിവസം തന്നെ വയനാടിന് പോവില്ലേ? പോകും. അമ്മാവൻ ധൈര്യമായിട്ട് വയ്ക്കും. ഇപ്പൊ ഓരോ മിനിറ്റിലും ഞാൻ ചിന്തിക്കുന്നത് പൊന്നുമണിയെ കുറിച്ചാണ്. കണ്ടെത്തി കൊണ്ടുവന്ന് മുൻപിൽ നിർത്തിയിരിക്കും. മതി, ഒരു നല്ല വാർത്തയുമായി നീ വരുന്നതും കാത്ത് ഞാൻ സാമ്പ്രാണിക്കൊടിയിൽ നമ്മുടെ വീട്ടിലുണ്ടാവും. അക്ഷരമോളെയും ജയശങ്കർ സാറിനെയും കണ്ടൊന്ന് യാത്ര പറഞ്ഞില്ല. ഞാൻ പറഞ്ഞോളാം. അല്ല, അമൽ എവിടെടാ? അവന്റെ അമ്മയ്ക്ക് വയ്യെന്നോ ആശുപത്രിയിലാണെന്നൊക്കെയോ കേട്ടു. വരുന്നുണ്ടോ അവൻ? എന്താണ് അമലെ താമസിച്ചത്? നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കേണ്ട അവസ്ഥ. ആരാടാ ബോസ്, ഞാനോ നീയോ? അല്ലണ്ണ, അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. ഡയാലിസിസ് മുടങ്ങി, ഇപ്പൊ ആശുപത്രിയിലുണ്ട്. അയ്യോ, ആശുപത്രിയിൽ കൂട്ടിന് ചേച്ചിയുണ്ട്, പിന്നെ അനിയത്തിയും. നിന്റെ ചേച്ചിക്ക് എത്ര വയസ്സായി? 18 കഴിഞ്ഞെന്ന് തോന്നുന്നു. ചേച്ചിയുടെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞ് അമ്മ ഇടയ്ക്ക് സങ്കടപ്പെടുന്ന കാണാം. നിന്റെ ചേച്ചിക്ക് വേണമെങ്കിൽ ഞാനൊരു ജോലി ശരിയാക്കാം. വേണ്ടണ്ട, അമ്മ വയ്യാതെ കിടക്കുമ്പോ അതൊന്നും ശരിയാവില്ല. ഓ, വേണ്ടെങ്കി വേണ്ട. ഇത് വെച്ചോ നീ. ദേ കണ്ടല്ലോ, 2500 രൂപ. ആശുപത്രിയിലേക്ക് പോകുമ്പോ അമ്മയ്ക്ക് കുറച്ച് ആപ്പിളും ഓറഞ്ചും മാതളവും ഒക്കെ വാങ്ങിക്കൊടുക്ക്. പെങ്ങന്മാരും കഴിക്കട്ടെ. താങ്ക്സ് അണ്ണ. അല്ല, ശരത്തണ്ണൻ വരാൻ പറഞ്ഞത്? പറയാടാ, ചിലപ്പോ അടുത്ത ആഴ്ച നിങ്ങൾക്കൊരു യാത്ര കണ്ടേക്കും. എവിടേക്ക്? എന്ന്? വയനാട്ടിലേക്ക്. തീയതിന്റെ ആഹ്വാനമൊക്കെ ഞാൻ കൃത്യമായി അറിയിക്കാം. നിങ്ങൾ തയ്യാറായിട്ട് ഇരുന്നോണം. ടൂൾസും കൈ കരുതിക്കോണം. വിശദമായിട്ടൊന്ന് പറയേ. എടാ, ഡോക്ടർ നിരഞ്ജനും ദേവികയും ആ പത്തക്കോല് സാമയും കൂടി വയനാടിന് പോകും. എന്താണ് ലക്ഷ്യമെന്നറിയില്ല. പോകുന്ന വയനാട്ടിൽ തന്നെ ആണോ എന്ന് ഉറപ്പില്ല. ചിലപ്പോ കേൾക്കുന്നവരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു സ്ഥലപ്പേര് പറഞ്ഞാലും മതി. അതുകൊണ്ട് ഇവിടെ മുതൽ നിങ്ങൾ അവരെ ഫോളോ ചെയ്യണം. കൃത്യമായ വിവരങ്ങൾ എനിക്ക് തരികയും വേണം. ഈ യാത്രയ്ക്ക് പിന്നിൽ എന്തോ ഒരു വലിയ ലക്ഷ്യമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ശരത്തിന് സ്വന്തം മനസ്സ് പറയുന്ന മുന്നറിയിപ്പുകളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. അമ്മ, രക്ഷപ്പെടാൻ വിടമ്മ. എതുക്ക്? അമ്മ, വയനാട്ടിൽ നിന്ന് കത്താള് കവനി ഒരു കുട്ടവഞ്ചിയില് വൈരക്കുപ്പയിലേക്ക് പോകുമ്പോ തലയിൽ ചുമന്നത് ഒരു ചാക്ക് സ്വപ്നങ്ങളായിരുന്നു. ഭർത്താവ് കഴുത്തിൽ ചാർത്തുന്ന മഞ്ഞ താലി, നെറ്റിയിൽ തൊടുന്ന കുങ്കുമം, മുടിയിൽ കൊരുക്കുന്ന കനകാമ്പര പൂവ്. ഒന്നും നടന്നില്ല. കുറച്ചു ദിവസം അങ്ങനെയൊക്കെ പോയി. ബ്രിഗേഡ് ലൈൻ, ഹെമ്പാപുര, ഹെബ്ബേള എവിടെയൊക്കെയോ കൊണ്ടുപോയി. കുറച്ച് ഭക്ഷണം വാങ്ങി തന്നു. 1-2 സിനിമയും കാണിച്ചു. പിന്നെ ഞാൻ കാണുന്നത് അയാളും വേറൊരു സ്ത്രീയും ഒരുമിച്ച് കിടക്കുന്നതാ. നല്ലൊരു വാക്കത്തി വീട്ടിലുണ്ടായിരുന്ന നന്നായി. ഒറ്റ വെട്ടിന് തീർത്ത് രണ്ടിനെയും. പറയാൻ വിട്ടുപോയി. പകൽ എന്നെ ഒഴിവാക്കി നിർത്താൻ അയാളൊരു ജോലി എനിക്ക് കണ്ടെത്തി തന്നു. ബ്രിഗേഡ് ലൈനുള്ള പൊതു ശ്മശാനത്തിന്റെ കാവൽക്കാരി. ഒറ്റ സ്വിച്ചിൽ ഒരു ജീവിതം ഭസ്മം. എന്റെ ഭർത്താവിനെ കാമുകയും ഞാൻ തന്നെ ഭസ്മമാക്കി.
കുറച്ചു കാലം പരപ്പന അഗ്രഹാര ജയിലിൽ കിടക്കുകയും ചെയ്തു. അതുകൊണ്ട് സ്വന്തം വീടിനെ ഉപേക്ഷിച്ചു വരുന്ന ഒരുത്തിയോടും എനിക്ക് കണ്ണിച്ചോരയില്ല. നീ തീരുമാനിച്ച ജീവിതമല്ലേ, നിനക്ക് വേണ്ടി നീ കുറിച്ച വിധിയല്ലേ, അനുഭവിക്കേ. ഇല്ല, കുഴപ്പമില്ല. ഞാനൊരു 12 മണിയാകുമ്പോ അവിടെ എത്തിയ പോരെ? മതിയോ? ഇപ്പൊ എത്ര സമയത്തായി? 10:30. ഓക്കെ, 10:30. നീ ഇതുവരെ റെഡിയായില്ലേ? ഞാൻ എന്താ ഇറങ്ങും അപ്പച്ചി. ഇത് കുടിച്ചിട്ട് ഇറങ്ങിയാ മതി. രാവിലെ ചായ പോലും കുടിച്ചില്ലല്ലോ. ശ്രുതിമോൾ എന്തി അപ്പച്ചി? അത് പിന്നെ ചോദിക്കാനുണ്ടോ? രാവിലെ കാർട്ടൂൺ വെച്ച് ടിവിയുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. അവള് പിന്നെ വെക്കേഷൻ സമയത്ത് എന്ത് ചെയ്യാനാ? അയ്യോ, വൈകി. ഇനി നിന്നാലേ ഫ്ലൈറ്റ് അതിന്റെ വഴിക്ക് പോകും. അയ്യോ, പാല് കുടിച്ചിട്ട് പോമോളെ. ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല അപ്പച്ചി, ഞാനെല്ലാം ക്രോസ് ചെക്ക് ചെയ്തതാ. മോളെ, അമ്മ പോയിട്ട് വരാട്ടോ. പെട്ടെന്ന് വരണേ. ഒരു ദിവസത്തെ പ്രോഗ്രാം അല്ലേ ഉള്ളൂ. അമ്മ നാളെ ഇങ്ങ് വരും. ഇത് നോക്കി, അപ്പച്ചി പറയുന്നൊക്കെ കേട്ട് നല്ല കുട്ടിയായിട്ടിരിക്കണം. അമ്മ വരുമ്പോ സ്വീറ്റ്സും ചോയ്സും ഒക്കെ കൊണ്ടുവരാട്ടോ. ഓ, പതിവില്ലാത്ത ഒരു പുന്നാരിക്കലും ഉമ്മോയ്ക്കലും എനിക്കിതൊന്നും പിടിക്കുന്നില്ല. എങ്കിലേ അപ്പച്ചിക്ക് ഇരിക്കട്ടെ ഒരു ഉമ്മ. ഛേ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഡാഡി, ഞാൻ പോയിട്ട് വരാം. ടാക്സി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല, നാളെ തിരിച്ചു വരുമല്ലോ. അതുകൊണ്ട് കാർ എയർപോർട്ടിലിട്ട് പോവാന്ന് കരുതി. സൂക്ഷിച്ചു പോണം. നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിവും പ്രാപ്തിയുള്ള ആളാ. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും നീ ഒരു യാത്ര പോയാൽ തിരിച്ചു വരുന്നത് വരെ നെഞ്ചിനുള്ളിൽ ഒരു പിടപ്പാ. ഡാഡി, ഞാൻ ശ്രദ്ധിച്ചോളാം ഡാഡി.